മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 35 മുതൽ ഒരാൾ വായിച്ചാട്ടെ. പിന്നെ ഈ വചനം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ല, ഇന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്താണ് ആവശ്യം? നിങ്ങൾ വചനം വായിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പ്രൈസ് ദി ലോർഡ്. എന്തായിരിക്കും പിന്നെ ഒരു അത്ഭുതത്തിന് വേണ്ടി ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന്, വിശ്വാസം ഒരു വലിയൊരു അടിസ്ഥാനമാണ്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം നടക്കുമെന്ന് പറയുന്ന ഒരാൾക്കും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ആദ്യം എന്ത് ചെയ്യണം? വിശ്വാസം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയൊരു വിശ്വാസം ഉണ്ടാകണം. യേശു കർത്താവിലുള്ള വിശ്വാസം യായിറോസിന് ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ യായിറോസ് വന്നത് യേശുവിന്റെ അടുക്കൽ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. യായിറോസ് ആരായിരുന്നു? ഒരു പള്ളി പ്രമാണിയായ ഒരു മനുഷ്യൻ. ഒരു പള്ളി പ്രമാണിക്ക് ഒരിക്കലും യേശു കർത്താവിൽ വിശ്വാസം ഉണ്ടാകണമെന്നില്ല. കാരണം അന്നത്തെ ആ കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് പുതിയ തലമുറ ഒരുപാട് ശുശ്രൂഷകന്മാർ എഴുന്നേക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർ പറയുന്ന ഒരു കാര്യം ഇന്നത്തെ പള്ളി പ്രമാണിമാർക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാവരും പിന്നെ വിമർശിക്കുന്നു, ശുശ്രൂഷകന്മാരെ വിമർശിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോഴും നമ്മളായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്നും ഇന്നത്തെയും കാലഘട്ടവും ജനവും ജനത്തിന്റെ സ്വഭാവവും അവരുടെ കാഴ്ചപ്പാടുകളും ഒന്നും വലിയ വ്യത്യാസം വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ പരീശന്മാര് തന്നെയാണ് ഇന്നും ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. അവരുടെ അതേ കാഴ്ചപ്പാടും അതേ സ്വഭാവവും എല്ലാം ഇന്നും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കൊരിന്ത്യരോട് എഴുതിയിരിക്കുന്നതാണ്, റോമർക്ക് എഴുതിയതാണ്, അല്ലെങ്കിൽ എബ്രായർക്ക് എഴുതിയ ഒരു ലേഖനമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ പ്രവൃത്തികളും ചിന്തകളും അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം ഇന്നും ഈ കാലഘട്ടത്തിലും ജനത്തിന് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവർക്ക് എഴുതിയതല്ല, അന്ന് അവർ കാണിച്ച സ്വഭാവത്തിനെതിരായി എഴുതിയ കാര്യങ്ങൾ ഈ ലേഖനങ്ങളെല്ലാം. ഹല്ലേലൂയ. അത് ഇന്നത്തെ ജനമാകുന്ന നമുക്കും നമ്മുടെ ജീവിതത്തിലും ഈ അവിശ്വാസവും പരീക്ഷണവും വിമർശനവും ഉണ്ടെങ്കിൽ നമുക്കും അത് ഒരു ബാധ്യതയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യായിറോസ് എന്ന് പറയുന്ന ഒരാള് പള്ളി പ്രമാണിയാണ്. അദ്ദേഹം ഒരുപക്ഷെ എല്ലാവരെ പോലെ തന്നെ ഈ കർത്താവായ യേശുവിന്റെ പെട്ടെന്നുള്ള ഉദയവും യേശുവിനെ കുറിച്ച് വലിയ അത്ഭുതം ചെയ്യുന്ന ഒരാൾ വന്നിട്ടുണ്ട്, പ്രവാചകൻ വന്നിട്ടുണ്ട്, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ഒരുത്തൻ വന്നിട്ടുണ്ട്, പക്ഷപാതക്കാരെ സൗഖ്യമാക്കുന്ന ഒരാൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള ഈ യായിറോസ് ഒരുപക്ഷെ ആദ്യം ഇതൊന്നും വിശ്വസിച്ച് കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപക്ഷെ എല്ലാവരെ പോലെ തന്നെ ഈ യായിറോസും ഈ കർത്താവായ യേശുവിനെ പിന്നെ കുറ്റം പറഞ്ഞു കാണും, വിമർശിച്ച് കാണും, കളിയാക്കി കാണും. അല്ലെങ്കിൽ ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്, ഒരു പുതിയ വെളിപ്പാടുമായിട്ട് ഇറങ്ങിയിരിക്കുക. ഹല്ലേലൂയ. ഇവരെയൊക്കെ ആരാ ശുശ്രൂഷകരാക്കിയത്? ആരാണ് ഇവരെ കർത്താവിന്റെ വേലക്കാരെന്ന് പറയുന്നത്? ഇവരെയൊക്കെ ആരാ ചർച്ചിനകത്ത് കയറ്റുന്നത്? ആരാണ് ഇവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നത്? ആരാ ഇവർക്ക് ഇൻവിറ്റേഷൻ കൊടുത്തതെന്നൊക്കെ പലപ്പോഴും പല കാലഘട്ടങ്ങളിൽ ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം അവർ വിശ്വസിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ അത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ്. മറ്റുള്ള എല്ലാവരും മോശയെക്കുറിച്ച് അവർ വിശ്വസിച്ചു, മോശയെക്കുറിച്ച് അവർ എഴുതി, അല്ലെങ്കിൽ മോശയെക്കുറിച്ച് അവർ പറഞ്ഞു. യോസേഫിനെ അവർ വിശ്വസിച്ചു. അവർ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചെല്ലാം ഇവർ തന്നെ എഴുതി പഠിപ്പിച്ചു, പറഞ്ഞു. മോശ ചെയ്ത അത്ഭുതങ്ങൾ, യോശുവ ചെയ്ത അത്ഭുതങ്ങൾ, അതിനുശേഷമുള്ള പിന്നെ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പഠിപ്പിച്ചവരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായ ഇവർ യേശു കർത്താവിന്റെ വരവിനെ മാത്രം മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മറ്റുള്ള എല്ലാവരെ കുറിച്ചും അവർക്ക് അറിവുണ്ടായിരുന്നു, അവരെ കുറിച്ചെല്ലാം അവർ പഠിപ്പിച്ചു, അവർ എഴുതി, അവർ പിന്നെ പിള്ളേരെ പഠിപ്പിച്ചു, പള്ളികളിൽ പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വരേണ്ടവൻ വന്നപ്പോൾ ആ വന്ന ആളിനെ, അതാ യേശു കർത്താവിനെ അല്ലെങ്കിൽ മശിഹയെ അംഗീകരിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെയും ഏറ്റവും വലിയൊരു സംഭവം അതാണ്. നമുക്ക് കർത്താവായ യേശുവിലുള്ള ഫോക്കസ് ചില സമയങ്ങളിൽ നഷ്ടപ്പെട്ടു പോകും. യേശുവിനെ നോക്കുന്നതിന് പകരം ലോകത്തെ നോക്കും. യേശുവിനെ നോക്കുന്നതിന് പകരം പ്രമാണങ്ങളെ നോക്കും. യേശു കർത്താവിനെ നോക്കുന്നതിന് പകരം പാരമ്പര്യങ്ങളിൽ ആശ്രയിക്കും. കർത്താവിനെ നോക്കുന്നതിന് പകരം മറ്റു മനുഷ്യരിൽ നമ്മൾ നോക്കുവാനിടയാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെതായ അത്ഭുതങ്ങൾ സംഭവിക്കാതായി പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അവരങ്ങനെ നോക്കിക്കൊണ്ട് നടന്നു വരാം. എന്നാൽ പെട്ടെന്ന് ഒരു പ്രതികൂലം യായിറോസിനുണ്ടാവുക. പ്രൈസ് ദി ലോർഡ്. അന്ന് ഈ പ്രതികൂലം ഉണ്ടാകുന്നത് മരണം എന്ന് പറയുന്ന ഒരു പ്രതികൂലമാണ്, സാധാരണ ഒരു വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു മരണം സംഭവിക്കുകയാണ്. അവന്റെ സ്വന്തം മകൾ മരണത്തിന്റെ അനുഭവത്തിൽ തന്റെ വീട്ടിനകത്തായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒരിക്കലും അവന് പ്രമാണം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
നമ്മുടെ എല്ലാ ജീവിതത്തിൽ പ്രമാണവും എല്ലാം നമ്മൾ വിശ്വസിക്കുന്ന പാരമ്പര്യമൊക്കെ പെട്ടെന്ന് എടുത്ത് ദൂരെ കളയുന്ന ഒരൊറ്റ സാഹചര്യത്തില ഒരു പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ടോ നമ്മൾ വിശ്വസിക്കുന്ന പാരമ്പര്യങ്ങളോ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്കോ നമ്മളെ രക്ഷിക്കാൻ പറ്റാതെ ആകുന്ന സാഹചര്യത്തിലാണ് ഇനി ഒരു വഴിയുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അന്ന് വരെ അവൻ ആശ്രയിച്ചതെല്ലാം വിട്ടുമാറിയപ്പോൾ, ഹല്ലേലൂയ, അവനെ രക്ഷിക്കാതായപ്പോൾ യായിറോസ് എന്ന് പറയുന്ന പള്ളി പ്രമാണിക്ക് ഒരു കാര്യം മനസ്സിലായി. അവന്റെ 633 പരം യഹൂദ ന്യായപ്രമാണത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിച്ചിട്ടും എന്റെ മകളെ എനിക്ക് രക്ഷിക്കാൻ സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ യെരൂശലേം ആലയത്തിനകത്ത്, ദേവാലയത്തിനകത്ത് ചെന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടും അവനൊരു വിടുതലില്ലാതിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ മകളെ രക്ഷിക്കാൻ ഒരു പള്ളി പ്രമാണിക്ക് സാധിക്കുന്നില്ല. ആരും മുന്നോട്ട് വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അവനെ കൈവിട്ടപ്പോൾ അവന് മനസ്സിലാക്കി, ഇനി എവിടെയാണ് ഞാൻ ചെല്ലേണ്ടത്? പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു യേശു ഉണ്ട്, മശീഹ വന്നിട്ടുണ്ടെന്ന് അവൻ അറിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. അവന്റെ നാണം മാറി, അവന്റെ പാരമ്പര്യമൊക്കെ അവൻ മറന്നുപോയി. അവന്റെ മകൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അവൻ വിശ്വാസത്തോടു കൂടി ഓടിച്ചെന്ന് സകല മനുഷ്യന്റെ മുമ്പിൽ വെച്ച് യായിറോസ് യേശു കർത്താവ് നടന്നു വരുമ്പോൾ ഓടിച്ചെന്ന് കാൽക്കൽ വീഴുകയാണ്. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ കാലത്ത് ഒരു പ്രമാണി, പള്ളി പ്രമാണി, പബ്ലിക്കിൽ കർത്താവായ യേശുവിനെ ആദ്യം പെട്ടെന്ന് ഉദിച്ച ഒരു ഗുരു, പെട്ടെന്നുണ്ടായ പെട്ടെന്ന് ഒരു ചെറിയൊരു ബ്രാക്കറ്റ് പീരീഡിനകത്ത് ഉദിച്ചു വന്ന ഒരു പ്രവാചകന്റെ മുമ്പിൽ ചെന്ന് കാൽക്കീഴിൽ വീഴുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ നാണക്കേടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ കല്ലെറിയും. ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ നാണം കെടുത്ത് അവനെ പള്ളിയിൽ നിന്ന് ഭ്രഷ്ടനാക്കും, അവനെ പറഞ്ഞുവിടും, പുറത്തുവിടും. അന്നത്തെ കാലത്ത് ഒരു പള്ളി പ്രമാണി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ വാല്യൂ ഭയങ്കര, ഇന്നത്തേതിനേക്കാളും വാല്യൂ ആ. യഹൂദന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇവിടുത്തെ ഒരു സഭയിൽ നിന്ന് ഒരു പള്ളിയിലച്ചൻ ലോക ഊരിയിട്ട് വന്നാൽ അത് വലിയ സംഭവമൊന്നും ഉണ്ടാക്കത്തൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു പരിധിയുണ്ട്. ഹല്ലേലൂയ. അത് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇറങ്ങി അത് കുറച്ച് ദിവസങ്ങളിൽ ഞാൻ സംസാര വിഷയമാവുന്നേ ഉള്ളൂ. പക്ഷേ അന്ന് ഒരു യഹൂദനായ ഒരു മനുഷ്യൻ, പള്ളിപ്രമാണിയായ ഒരു മനുഷ്യൻ, അവൻ ലോഹ ഊരി അല്ലെങ്കിൽ അവന്റെ പ്രമാണങ്ങളിൽ നിന്ന് പുറത്തു വരിക എന്ന് പറഞ്ഞാൽ അത് പബ്ലിക്കിൽ വെച്ച് ഇന്നലെ ഉദിച്ച ഒരു പ്രവാചകനെ, ശുശ്രൂഷകനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ഭയങ്കര അപമാനവും നാണക്കേടും. അവർ എന്തും സംഭവിക്കും, അവനെ കൊല്ലാൻ പോലും ആൾക്കാർ മടിക്കത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ കൂടെ നിന്നിട്ട് ഞങ്ങളെ ഒറ്റ കൊടുത്തു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ എന്ത് ചെയ്യാം. പക്ഷെ ഇതൊന്നും അവനൊരു വിഷയമല്ല. അവനൊറ്റ ഒരു ആവശ്യമുള്ളൂ, അവന്റെ മകൾക്കൊരു സൗഖ്യം ആവശ്യമാണ്, അവന്റെ മകൾക്കൊരു വിടുതൽ ആവശ്യമാണ്. ഈ ഒരു രോഗമല്ല, ഒരു സോറിയാസിസ് എന്ന് പറയുന്ന രോഗമല്ല, ഒരു ക്യാൻസർ അല്ല, ഒരു തൈറോയിഡിന്റെ പ്രശ്നമല്ല, ഇതൊരു മുഴയുടെ പ്രശ്നമല്ല. ഇതൊക്കെയാണെങ്കിൽ അവൻ സഹിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇപ്പോൾ അവൾ മരണത്തിന്റെ അനുഭവത്തിനകത്ത് ഇറങ്ങിയ ഈ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ യേശുവിന് മാത്രമേ സാധിക്കൂ എന്ന് ഈ പള്ളിപ്രമാണി എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന കർത്താവ് യേശുവിനോടുള്ള വിശ്വാസം എന്ന് പറയുന്നത് എന്തെങ്കിലും കണ്ടോ കേട്ടിട്ടോ വരുന്ന ഒരു കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. അത് കർത്താവായ യേശു, ദൈവം തന്നെ, പിതാവായ ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ ഇടുന്നതാണ് ഈ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ഉള്ളിൽ എങ്ങനെയാ വിശ്വാസം ഉണ്ടാകുന്നത്? നമ്മുടേതാണ്. നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വാസം ഉണ്ടോ? എനിക്ക് വിശ്വാസമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പറയും ഉണ്ടെന്ന് പറയും, ശരിയാ. അത് നമ്മുടെ ഒരു എന്നാല് ഞാൻ പറയാം, നമുക്കായിട്ട് യഥാർത്ഥത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും വിശ്വാസം ഇല്ലെന്നുള്ളതേ പറയാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് തന്നിരിക്കുന്ന യേശു കർത്താവ് ദാനമായി തന്നിരിക്കുന്ന ആ വിശ്വാസം നമ്മളെ നിലനിർത്താൻ വേണ്ടി ദൈവത്തിന്റെ ദാനം നമ്മളെ ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവം കണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ കൈവിട്ടു പോകാതിരിക്കാൻ ദൈവം ഇട്ടിരിക്കുന്ന വിശ്വാസം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അല്ല, നമുക്ക് വിശ്വാസമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 8 സദൃശവാക്യം 8-ാമത്തെ അധ്യായം എടുത്ത്, യഹോവ തന്റെ വഴികളുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായിട്ട് എന്നെ ഉളവാക്കി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചന ദൂതാണ് യേശു കർത്താവിന്. പക്ഷേ നമ്മളിപ്പോൾ ആരോട് ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടി ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മൾ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എവിടെ ഉണ്ടായിരുന്നു? ആദ്യം എവിടെ ഉണ്ടായിരുന്നു? അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അതോ ഭാഗങ്ങളിൽ വെച്ച് നിർമ്മിക്കപ്പെട്ടു. നമ്മൾ ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവം നിന്നെ കണ്ടു. പ്രൈസ് ദി ലോർഡ്.
സ്തോത്രം. എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നിന്നെ മെനഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് നീ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോഴല്ല നീ യേശുവുമായിട്ടൊരു ബന്ധത്തിൽ വന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ വിശ്വാസം, ഈ വിശ്വാസം ലോകസ്ഥാപനത്തിന് മുമ്പ് നിന്റെ ഉള്ളിൽ വെച്ച് ആ യേശുവിന്റെ മടിയിൽ നീ ഇരുന്ന്, പിതാവിന്റെ കൂടെ ഇരുന്ന്, ഈ ലോകം ഉണ്ടാക്കിയപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ കൂടെ നീ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മടിയിൽ നിന്നെ ഇരുത്തിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നതെല്ലാം ദൈവം ഇതിനു മുമ്പേ നിശ്ചയിക്കപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. നീ ഇപ്പോ ഇവിടെ ആയിരിക്കുന്നത് ദൈവം നിനക്ക് ഇതിനു മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ് നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്. നീ വിശ്വാസത്തിൽ നിൽക്കണം, നീ സ്തോത്രം പറയണം, നീ ആരാധിക്കണം, നീ ഇന്ന ചർച്ചിൽ പോകണം, ഇന്ന അഭിഷിക്തന്മാർ നിന്റെ തലയിൽ കൈവയ്ക്കണം, എപ്പോൾ അഭിഷേകം എപ്പോൾ തരണം, ഇതെല്ലാം നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാ. ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങൾ സംഭവിക്കണം നേരത്തെ നിശ്ചയിക്കപ്പെട്ട അനുഭവങ്ങളാ. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളാ. ഇതിനു മുമ്പ് നിന്റെ ലൈഫിലെ എവിടെ ജനിക്കണം, ഏത് കുടുംബത്തിൽ ജനിക്കണം, ഏത് അച്ഛനമ്മമാരുടെ മക്കളായി ജനിക്കണം എന്നുള്ളത് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകലതും ദൈവം നേരത്തെ നിശ്ചയിച്ചു വെച്ചിരുന്നതാ. ആ നിശ്ചയിക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അല്ല നമ്മുടെ കഴിവുകൊണ്ടും മിടുകൊണ്ടും നമ്മുടെ വിശ്വാസം കൊണ്ടല്ല. നമ്മുടെ ഉണക്ക വിശ്വാസം കൊണ്ടാണെങ്കിൽ കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ വിശ്വാസം ഒന്നും വെളിയിൽ പറയാതിരിക്കുന്നതാണ് നല്ലത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് യഥാർത്ഥത്തിൽ എല്ലാവരും പറഞ്ഞാൽ എന്റെ വിശ്വാസമല്ല, കർത്താവ് എനിക്ക് തന്ന ദാനമായി തന്ന വിശ്വാസം. പ്രൈസ്. ഒരിക്കലും നമ്മൾ പറയരുത് എന്റെ വിശ്വാസം കൊണ്ടാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം പരിശോധിക്കപ്പെടുന്ന ഒന്നാണ്. പരിശോധിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിന്റെ ദാനമാണ് വിശ്വാസം. അത് നിന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചു ആദ്യം, പോകാതിരിക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. നീ കൈവിട്ടു നീ ഉപേക്ഷിച്ചിട്ട് യേശുവിനെ കൈവിട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടി നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന കർത്താവ് നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ വിശ്വാസം എടുത്ത് അകത്തിട്ടിരിക്കുക. ആ ദൈവത്തിന്റെ സ്വഭാവത്തിലുള്ള വിശ്വാസം നിന്റെ അകത്ത് വീണതോടുകൂടിയാണ് നിനക്ക് യേശുവിനോട് സ്നേഹം ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സ്നേഹം ഉണ്ടായ ആ വിശ്വാസം അകത്ത് കിടക്കുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലവും ഉണ്ടാകുമ്പോൾ നീ ദൈവസന്നിധി വിട്ടുപോകാനും പിറുപിറുക്കാനും പ്രശ്നം ഉണ്ടാക്കാനും ഞായറാഴ്ച ആരാധനയ്ക്ക് വരാതിരിക്കാനും മറ്റ് പല നിലവാരങ്ങളും സ്വഭാവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ഉള്ളിൽ ആ വിശ്വാസം ഉള്ളത് കൊണ്ട് നിനക്ക് വിട്ടിട്ട് പോകാനും പറ്റുന്നില്ല. അത് ദിവ്യ സ്വഭാവം നിന്റെ ഉള്ളിൽ ഇട്ടിരിക്കുക, ദിവ്യ വിശ്വാസം നിന്റെ ഉള്ളിൽ ഇട്ടിരിക്കുക. അതെല്ലാം ദൈവത്തിന് നിന്നെക്കുറിച്ച് ലോകസ്ഥാപനം ദൈവം നിന്നെ മകനായി മകളായി തിരഞ്ഞെടുത്തത് കൊണ്ട്, ദൈവത്തിന് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ട് നീ നശിക്കാതിരിക്കണം, നിത്യതയ്ക്കകത്ത് ദൈവത്തിന്റെ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞ് നിന്നെ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് ദൈവത്തിന് നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ദൈവം നിന്റെ ഉള്ളിൽ കർത്താവിന്റെ വിശ്വാസം ഇട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ്. ഈ വിശ്വാസമാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വിശ്വാസം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും പറഞ്ഞാട്ടെ, എന്റെ വിശ്വാസമല്ല ദൈവത്തിന്റെ വിശ്വാസം. യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയുടെ ഉള്ളിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം ഇട്ട വിശ്വാസം അന്നാണ് റിലീസായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അല്ലാതെ അവന് വിശ്വാസം ഉണ്ടായിട്ടല്ല, കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നീയും നമ്മളെല്ലാം ഓരോ പ്രമാണിമാരാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉള്ളിൽ കറക്റ്റ് ദൈവത്തിന്റെ സമയമായപ്പോൾ പിന്നെ പെട്ടെന്ന് ഒരു പ്രസംഗം കേട്ടു, പെട്ടെന്ന് ഒരു ട്രാക്ട് മുൻപിൽ വന്നു, പെട്ടെന്ന് ഒരു വ്യക്തി വീട്ടിൽ വന്ന് സുവിശേഷം പറഞ്ഞു, പെട്ടെന്ന് ഒരു മിറക്കിൾ സംഭവിച്ചു. ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കി ദൈവം നമ്മുടെ ഉള്ളിൽ നേരത്തെ നിക്ഷേപിച്ച വിശ്വാസത്തെ പുറത്ത് ഇങ്ങനെ കോഴിമുട്ട വിരിഞ്ഞു വരുന്നത് പോലെ, പ്രൈസിലോ കോഴിക്കുഞ്ഞ് പുറത്ത് വരുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ഒരു മുട്ടയുടെ രൂപത്തിൽ കിടന്ന സംഭവം പൊട്ടി വെളിയിൽ വരും. പ്രൈസിലോ കോഴിക്കുഞ്ഞ് വെളിയിൽ വന്നു, അതാ വിശ്വാസം വെളിയിൽ വന്നു. പ്രൈസിലോ ആ വിശ്വാസമാണ് നമ്മളെ കർത്താവിലേക്ക് നയിക്കുന്നത്. അതുവരെ നമ്മുടെ ഉള്ളിൽ കറുത്ത ഇരുണ്ട ആ പിശാചിന്റെ കൈക്കകത്താണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരുളിന്റെ അനുഭവത്തിനകത്തായിരിക്കും നമ്മൾ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നാൽ ദൈവം ആ നിക്ഷേപിച്ചിരിക്കുന്ന വിശ്വാസം ദൈവത്തിന്റെ സമയത്ത് പൊട്ടി പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. അത് അകത്ത് ഇരുന്ന് അങ്ങോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഈ വർക്കിങ്ങിന്റെ അനുഭവമാണ് നിങ്ങൾ ഈ ചർച്ചിനകത്ത് വന്നിരിക്കുന്നത് രാവിലെ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി, പരിശുദ്ധാത്മാവ് ഉള്ളിൽ സംസാരിക്കാൻ തുടങ്ങി. അന്ന് വരെ നിനക്ക് ദൈവത്തിന്റെ വചനം എടുത്ത് വായിക്കുമ്പോൾ എന്താന്ന് നിനക്ക് മനസ്സിലാകത്തില്ല. എത്രയോ വചനങ്ങൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതുവരെ വെളിപ്പെടാത്ത കാര്യങ്ങൾ സങ്കീർത്തനം എടുത്ത് വായിക്കുമ്പോൾ, സദൃശവാക്യം എടുത്ത് വായിക്കുമ്പോൾ, പിന്നെ ഇതിങ്ങനെ ഓരോ വചനങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ പെട്ടെന്ന് നിന്റെ ഉള്ളിൽ അതുവരെ ഇല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ടാകും വചനത്തിനോട്.
ഒരു എരിവുണ്ടാകും, ഒരു തീഷ്ണതയുണ്ടാകും, ഒരു സ്നേഹമുണ്ടാകും, ഒരു താല്പര്യമുണ്ടാകും. ഇത് എന്നോട് സംസാരിച്ചെന്ന് എനിക്ക് തോന്നും. ഇത് എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷന് അല്ലെ ഇത് ഒരു കറക്റ്റ് ആയിട്ടുള്ള വാക്യമാണെന്ന് എനിക്ക് തോന്നും. എനിക്ക് ആരാധിക്കാൻ പോകണം, ഒരു ബൈബിൾ വേണം, എനിക്കൊരു ആരാധനയ്ക്ക് പോകണം, ഒരു പാസ്റ്റർ എനിക്ക് പരിചയപ്പെടണം, ഏതെങ്കിലും അഭിഷിക്തന്റെ അടുക്കൽ പോയി എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ പ്രാർത്ഥനയിൽ വിശ്വാസമില്ലാത്ത നിനക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? യേശു കർത്താവിന്റെ വിശ്വാസം നിന്റെ അകത്ത് കിടക്കുക. Praise the Lord. Hallelujah. Glory. Hallelujah. Praise the Lord. സ്തോത്രം. ഈ വിശ്വാസം ഉണ്ടായപ്പോഴാണ്, ഇങ്ങനെയാണ് യായിറോസിന് അന്ന് വിശ്വാസം ഉണ്ടായത്. അവന്റെ അകത്ത് വിശ്വാസം റിലീസായി, അവൻ ചാടി വെളിയിലിറങ്ങി. ഹാലലൂയ, എനിക്ക് യേശുവിനെ കാണണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിന്റെ മുമ്പിൽ വന്ന് നിന്നാലും യേശു ആരാണെന്ന് നിനക്ക് മനസ്സിലാകത്തില്ല. എമ്മോസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്ന യേശുവാ, പക്ഷെ യേശുവിന് മനസ്സിലായില്ല. മഗ്ദലന മറിയയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് സംസാരിക്കുന്നത് യേശുവാ, അവൾക്ക് മനസ്സിലായില്ല. പ്രൈസ് ദി ലോർഡ്. തന്റെ മുമ്പിൽ വന്ന തോമസ് സ്ലീഹയ്ക്ക് മനസ്സിലായില്ല, യേശുവിനെ മനസ്സിലായില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കാരണം മനസ്സിലാകണം. മുമ്പിൽ വന്ന് നിന്നാലും നിന്നോട് സംസാരിച്ചാൽ പോലും നിനക്ക് മനസ്സിലാകണം ഇല്ല എന്ന് ദൈവത്തിന്റെ വചനം തെളിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകണമെങ്കിൽ ദൈവം വിചാരിക്കണം. എല്ലാം ദൈവത്തിന്റെ മഹത്വം, നമ്മുടേതല്ല. നിന്റെ കൂടെ ഉണ്ടായിരിക്കാം, നിന്റെ വീട്ടിനകത്ത് വരാം, നീ യേശുവിനെ കാണാം. യേശുവിനെ കണ്ടിട്ടുള്ള എത്രയോ പേരെന്ന് മടങ്ങിപ്പോയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ കൂടെ കർത്താവിനെ അറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട്, യേശുവിനെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി പവർ കോൺഫറൻസിൽ പങ്കെടുത്ത് അഭിഷേക പ്രാവശ്യ ശുശ്രൂഷയിലായിരുന്നവൻ ഇന്ന് അതിനേക്കാൾ ഇരട്ടിയായി തിരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് അവന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ശിവനെയും അതിലൊക്കെ കാണാം. പ്രൈസ് ദി ലോർഡ്. വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പൊ കർത്താവിനെ കണ്ടവരെല്ലാവരും നിൽക്കണമെന്നില്ല. ദൈവശബ്ദം കേട്ടെന്ന് പറഞ്ഞ് യേശുവിനെ രക്ഷിതായി സ്വീകരിക്കണമെന്നില്ല. വിവേകാനന്ദൻ കണ്ടിട്ടുണ്ട് യേശുവിനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രയോ വിവേകാനന്ദന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസൻ അല്ലേ, അദ്ദേഹം കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ യേശുവിനെ കണ്ടിട്ടുള്ളവരാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവർ പക്ഷേ ഭദ്രകാളിയുടെ കൂടെയും മറ്റു പലതിന്റെ കൂടെയും യേശുവിനെ പ്രതിഷ്ഠിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് അകത്ത് ഒരു വെളിപ്പാടുണ്ടായില്ല. പക്ഷെ നമ്മളും യേശുവിനെ കണ്ടു. അകത്ത് ആ യേശു കയറി, മറ്റുള്ള സകല ദേവീ ദേവന്മാരെക്കാൾ ഉപരി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. വിവേകാനന്ദൻ പറഞ്ഞു, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഗുരുവാണ്, നല്ലൊരു മനുഷ്യനാണ്. മഹാത്മാഗാന്ധിജി ബൈബിൾ വായിച്ചു, സമാധാനത്തിന് മാർഗം ആയുധം എടുത്തു, ഇന്ത്യയെ മോചിപ്പിച്ചു. പക്ഷെ യേശു ഉള്ളിൽ കയറിയില്ല. യേശു കർത്താവിന്റെ തത്വങ്ങൾ കയറി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെ എല്ലാവരും യേശുവിനെ കാണുന്നവരെല്ലാം രക്ഷിക്കപ്പെടണമെന്ന നിയമമില്ല. യേശുവിന്റെ ശബ്ദം കേൾക്കുന്നവർ പൂർണ്ണമായി കർത്താവിനോടുകൂടി ആയിരിക്കണമെന്ന നിയമമില്ല. അഭിഷേകം പ്രാപിച്ചവൻ യേശുവിനോടുകൂടി നടക്കണമെന്ന നിയമമില്ല. അങ്ങനെയാണെങ്കിൽ എന്തുവാ മറ്റവൻ, അവന്റെ പേരെന്തുവാ? യൂദ. പ്രൈസ് ദി ലോർഡ്. അവൻ കൂടെ നടക്കണം, പക്ഷേ പുള്ളി നടന്നില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും യേശു കർത്താവ് അവരെയൊക്കെ വിളിച്ച് ഊതി അഭിഷേകം കൊടുത്തതാ. അപ്പോ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചു, തൊട്ടു, ഒരു കണ്ടടിച്ചു, ഉറുമ്പ് കടിച്ചു, അല്ലെങ്കിൽ വീണു, ഉരുണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നീ യേശുവിന്റെ കൂടെ നടക്കണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിന്നെ ലോകസ്ഥാപനത്തിന് മുമ്പ് നിയമിക്കപ്പെട്ടവൻ മാത്രമേ യേശുവിനെ അറിയത്തുള്ളൂ. ആ യേശു കർത്താവിനെ അവൻ സ്വീകരിക്കത്തുള്ളൂ. അവന് മാത്രമേ കർത്താവിനെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അവന്റെ അകത്ത് മാത്രമേ തീ കത്തത്തുള്ളൂ. അവന്റെ ഹൃദയം മാത്രമേ തുറക്കത്തുള്ളൂ. അവൻ മാത്രമേ ദൈവത്തോടു കൂടി അത്താഴം കഴിക്കത്തുള്ളൂ. അവന് മാത്രമേ സ്വർഗീയ ദർശനമുണ്ടാകൂ. അവൻ മാത്രമേ അന്ത്യം വരെ നിൽക്കത്തുള്ളൂ. അന്ത്യം വരെ നിൽക്കണമെന്ന് ദൈവം നിന്നെ മുന്നമേ നിയമിക്കപ്പെട്ടവരല്ലാതെ ആരും ഈ കർത്താവിന്റെ മഹത്വം രുചിച്ചറിയത്തില്ല. സൗഖ്യങ്ങൾ പ്രാപിച്ചാലും, അത്ഭുതങ്ങൾ കണ്ടാലും, വെളിപ്പാട് കണ്ടാലും, ദൂത് കേട്ടാലും നീ ദൈവസന്നിധി നിൽക്കണമെന്നില്ല. അല്ല, നിൽക്കണമെങ്കിൽ നിർത്തുന്ന ദൈവം നിന്നെ നിർത്തണം. ദൈവം നിന്നെ നിർത്തണം. ദൈവം നിന്നെ ഉറപ്പിക്കണം. ദൈവം നിന്നെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളായ, ദൈവം നമ്മളെ നിർത്താൻ നിൽക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ എന്റെ സഹോദരൻ ഷിജു, ഹല്ലേലൂയ, തൊടുപുഴയിൽ വെച്ച് അവൻ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചു വന്നതിന് ശേഷം പെട്ടെന്ന് ശുശ്രൂഷ രംഗത്തുനിന്ന് ഇല്ലാത്ത ഒരു അനുഭവം, ഡ്രൈനസ് ഉണ്ടായി. അവൻ പെട്ടെന്ന് ജോലിക്ക് പോകാൻ വേണ്ടി താല്പര്യപ്പെട്ട് ഒരു കമ്പനിയിൽ പോയി, ജോലിക്ക് വേണ്ടി പോയി. പ്രൈസ് ദി ലോർഡ്. ആ കമ്പനിയിൽ ചെന്നപ്പോൾ ഈ കമ്പനിയിലെ മാനേജർ, അവനെ ഇന്റർവ്യൂ ചെയ്യുന്ന മാനേജർ ഒരു പെന്തക്കോസ്തുകാരൻ, അഭിഷിക്തനായ ഒരു മനുഷ്യനാ. ഹല്ലേലൂയ. അദ്ദേഹം ഒരു പ്രവാചക അഭിഷേകമുള്ളവനാ. അദ്ദേഹം ഇരുന്ന സ്ഥലത്ത് ഇവൻ സർട്ടിഫിക്കറ്റുമായി ചെന്നപ്പോൾ അയാൾ ചോദിച്ചു, നീ ഷിജു എസ് നായരാണെന്ന്, പക്ഷെ നിന്റെ സർട്ടിഫിക്കറ്റ് BTH ഒക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ,
ഇതെവിടുന്ന് കിട്ടി, നീ എങ്ങനെ ഇതങ്ങനെ ആയി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ആ ചെറിയ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നിനക്ക് ഇവിടെ ജോലിയില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അയാളുടെ അഭിഷേകം വന്നിട്ട് അവനോട് ദൂത് പറഞ്ഞിട്ട് പറഞ്ഞു, നീ ദൈവത്തിന്റെ ദാസനായിരിക്കേണ്ടവനാണ്, ശുശ്രൂഷകനായിട്ട് നീ എന്തിന് ഇവിടെ ജോലിക്ക് വന്നു? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ കർത്താവിന് വേണ്ട, ഈ ദൈവവേല വേണ്ടെന്ന് പറഞ്ഞ് ബൈബിൾ വെച്ചിട്ട് പോയപ്പോഴൊക്കെ ദൈവം വീണ്ടും വീണ്ടും നമ്മളെ പുറകെ വന്ന് പിടിച്ച അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പ്രൈസ്. ഞാൻ 2005 ബൈബിൾ തറയിൽ വെച്ചതാ. പ്രൈസ് ലോർഡ്, സ്തോത്രം. ഞാൻ പറഞ്ഞു ഈ പരിപാടിക്ക് ഇനി ഞാൻ ഇല്ലെന്ന് പറഞ്ഞ് വെച്ചതാ. പ്രൈസ് ലോർഡ്. വെച്ചിട്ട് പല ജോലിക്ക് പോയ സ്ഥലങ്ങളിലെല്ലാം വിഷയങ്ങളായി, പ്രശ്നങ്ങളായി, വീണ്ടും ഒരു പരിപാടി ഇല്ലാതെ എല്ലാം കൊണ്ട് ഒരു പ്രത്യേക അനുഭവത്തിലായപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ നിർബന്ധിച്ച് ഒരു കൺവെൻഷൻ കൊണ്ടുപോയി. പ്രൈസ് ലോർഡ്. കൺവെൻഷനിൽ പ്രസംഗിക്കാൻ കൊണ്ടുപോയി. അല്ല, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. വന്നു പോയി, ഇഷ്ടം പോലെ പോസ്റ്റർ ഉണ്ട്, ഫ്ലക്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ബൈബിൾ വെച്ചിട്ട് ഇരിക്കുന്ന ആർക്ക് പറഞ്ഞു, എന്നെ വിളിച്ച് കൺവെൻഷൻ ഇരിക്കുക. ഹല്ലേലൂയ, പ്രൈസ്. നെയ്യാഡാമിന്റെ അവിടെ വെച്ച് ഞാൻ ഇനി ഈ പരിപാടിക്ക് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവരെന്നെ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം എന്റെ അച്ഛനും അമ്മയും സഹോദരനും എല്ലാം കൂടെ നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയി. പിന്നെ ഞാൻ ബസ്സിലിരുന്ന് നോക്കിയപ്പോൾ വലിയ വലിയ ഫ്ലക്സുകളും പോസ്റ്ററുകളും എന്റേത്. പ്രൈസ് ലോർഡ്. ഞാൻ കർത്താവിന്റെ ഇനി ഒരിക്കലും ഞാൻ പ്രസംഗിക്കത്തില്ല എന്നുകൊണ്ടിരിക്കുക. ബസ്സിനകത്ത് ഒരു പ്രസംഗം പോലും ഞാൻ തയ്യാറാക്കിയില്ല, മെസ്സേജ് ഞാൻ തയ്യാറാക്കിയില്ല. ഞങ്ങൾ അവിടെ ചെന്നിറങ്ങിയപ്പോൾ ജനങ്ങളും ഭയങ്കര ആൾക്കാരും ഓട്ടോറിക്ഷക്കാരൊക്കെ ഓടി വന്ന് ഈ ഹോട്ടലിൽ കയറണം, ആ ഹോട്ടലിൽ ഞങ്ങളിങ്ങനെ ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ടവരായി അവരെ വാഹനങ്ങൾ കൊണ്ട് നിർത്തിയിട്ട് ഞങ്ങളൊക്കെ അവിടെ കയറണം, ഇവിടെ കയറണം എന്ന് പറഞ്ഞിട്ട് നടക്കുക. അപ്പൊ ഇതൊക്കെ കണ്ട് ഞെട്ടി ഞാൻ നിൽക്കുക. പ്രൈസ് ലോർഡ്. 3 ദിവസത്തെ കൺവെൻഷൻ ഉണ്ട്. ആദ്യത്തെ ദിവസം 3 ദിവസം ഞങ്ങളാ. ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞു, കർത്താവേ ഇന്ന് എന്തെങ്കിലും അത്ഭുതം ചെയ്ത് കൺവെൻഷൻ ഇല്ലാതാകണം. പ്രൈസ് ലോർഡ്, സ്തോത്രം. പക്ഷേ ഭയങ്കര മഴ ഉണ്ടായി. ഭയങ്കരമായ മഴ, 100 കണക്കിന് ആൾക്കാരുണ്ട്. എന്റെ പ്രാർത്ഥന, ഈ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ എനിക്ക് പ്രസംഗമില്ല, വചനമില്ല, ഒന്നുമില്ല. അപ്പോ ഞങ്ങൾ പറഞ്ഞു, ഞാനും എന്റെ അനിയൻ ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞു, കർത്താവ് ഈ കൺവെൻഷൻ നടക്കാൻ പാടില്ല, കൺവെൻഷൻ നടക്കാതെ ഞങ്ങളെ രക്ഷിക്കണേന്ന് ഞങ്ങൾ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുക, ഹോട്ടൽ റൂമിനകത്തിരുന്ന്. പ്രൈസ് ലോർഡ്, സ്തോത്രം. പക്ഷേ കർത്താവ് മഴ പെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇടിയും വെട്ടി മഴ പെയ്തു. അപ്പൊ പറഞ്ഞു, ഇന്നിപ്പോ പ്രസംഗിക്കണ്ടല്ലോ, സന്തോഷമായി. അപ്പൊ സംഘടകരെ വിളിച്ചു പറഞ്ഞു, അയ്യോ മഴയായല്ലോ ദൈവ സഹോദരങ്ങളെ, ഇനിയിപ്പം പ്രസംഗിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ പോട്ടെ എന്ന് ചോദിച്ചു. അപ്പോ പറഞ്ഞു, ജനങ്ങൾ മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുക ദേവദാസന്മാരെ. പ്രൈസ് ലോർഡ്, സ്തോത്രം. അപ്പൊ ഓപ്പൺ കൺവെൻഷൻ, ഓപ്പൺ സ്റ്റേജ് ആയപ്പോഴേ ഹെവൻലി വോയിസ് എന്ന് പറയുന്ന അറിയപ്പെടുന്നത് കേട്ടിട്ടുണ്ട്. ഹെവൻലി വോയിസ്. ഇവരുടെ ഈ എക്യുപ്മെന്റ്സ് എല്ലാം മഴ നനഞ്ഞ് നശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് തുണിയൊക്കെ ഇട്ട് കവറിനായിട്ട് മൂടി, അല്ല മൈക്കില്ല, ഒന്നുമില്ല. പ്രൈസ് ലോർഡ്. അപ്പൊ അത് സന്തോഷം. ഞാൻ പറഞ്ഞതാ, മൈക്കില്ല, ഒന്നുമില്ല, ഇവരും മൂടി. അവർ പറഞ്ഞു, ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ നിൽക്കുന്നില്ല, പോവുകയാണെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. അപ്പോ ഞാൻ പറഞ്ഞു, ഷിജുവിന്റെ കൂടെ പറഞ്ഞു, നീ കയറി വല്ലോ വിളിച്ച് പറ, ഞാൻ രണ്ടാമത് സംസാരിക്കാം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അവനെ കയറ്റി വിട്ടു. അവൻ വലിയാടെ ആദ്യം അച്ഛനെ കയറ്റി വന്ന് സംസാരിപ്പിച്ചു. എനിക്ക് പ്രസംഗിക്കാൻ താല്പര്യമില്ല. അമ്മയെ കയറ്റി, എന്നിട്ടും ജനം പോകുന്നില്ല, ജനം അവിടെ നിൽക്കുക. പ്രൈസ് ലോർഡ്. മൂന്നാമത് ഷിജു കയറി പ്രസംഗിച്ചു, എന്നിട്ടും ജനം പോകുന്നില്ല, പിന്നെയും കാത്തിരിക്കുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരു നിവർത്തിയില്ലാതെ ഞാൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. എല്ലാവരും മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുക. പ്രൈസ് ലോർഡ്. ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരും നിൽക്കുക, ഇരിക്കാൻ പറ്റുന്നില്ല. പിള്ളേരെയൊക്കെ എടുത്ത് മടിയിൽ ഇങ്ങനെ വെച്ചോണ്ട് നിൽക്കുക. പ്രൈസ്. അപ്പോ ഒരു രക്ഷയില്ല. എനിക്കൊന്നും പറയാതിരിക്കാനും വയ്യ, പ്രസംഗിക്കാതിരിക്കാനും വയ്യ, എന്ത് പറയണമെന്ന് അറിയത്തില്ല, എനിക്ക് വലിയ താല്പര്യവും ഇല്ല. ഹെവൻലി വോയിസുകാർ പോയി, മഴയത്ത് നനഞ്ഞുകൊണ്ട് അവർ പോയി. അപ്പോൾ എന്നിട്ടും ഇവർക്ക് പോയിക്കൂടെ, ഇവർ പോകുന്നില്ല. പ്രൈസ് ലോർഡ്. ജനങ്ങൾ നിൽക്കി. അവസാനം നിവൃത്തിയില്ലാതെ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞ, കർത്താവ് ദാ ഇറങ്ങി വരാൻ പോകുന്നു. ചുമ്മാ പറഞ്ഞതാ. പ്രൈസ് ലോർഡ്. ദൈവം ഇറങ്ങി വരാൻ പോവുകയാണ്, കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങ് വിളിച്ച് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഇന്ന് വരെ ഞാൻ കണ്ടിട്ട് ഇടിവെട്ടുന്നത് ഭയങ്കര ദൈവശക്തിയോടെ ഇറങ്ങി. ദൈവശക്തി ഇറങ്ങി. കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന കുട്ടികളടക്കം ചെളി വെള്ളത്തിൽ കിടന്ന് ഉരുണ്ട് ആൾക്കാരെല്ലാം ഭയങ്കര സൗഖ്യം. 100 പേര് അങ്ങ് സൗഖ്യമായി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോ എങ്ങനെ നോക്കിയിട്ടും കർത്താവ് നമ്മളെ വിടുന്നില്ല. അപ്പൊ 2ാമത്തെ ദിവസം പിന്നെയും കൺവെൻഷൻ നടക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് ഞാൻ പറഞ്ഞു, കർത്താവ് ഇന്ന് രക്ഷിച്ചതിനെ നന്ദി. പ്രൈസ് ലോർഡ്, സ്തോത്രം. നാളെ നിൽക്കാം, ഇന്ന് ഒരു ദിവസം മതി. ഹല്ലേലൂയ. ഇനിയിപ്പോ നാളെ ഇന്ന് അത്ഭുതം ചെയ്തുകൊണ്ട് നാളെ ഇനി ദൈവം വരത്തില്ലായിരിക്കും. പ്രൈസ് ലോർഡ്. അപ്പൊ അങ്ങനെ റൂമിൽ കിടക്കുക. പ്രൈസ് ലോർഡ്. പക്ഷേ ഹല്ലേലൂയ, 3 ദിവസവും ദൈവം ഞങ്ങളെ കൊണ്ട് ശുശ്രൂഷിപ്പിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നീ ബൈബിള് വെക്കാന്ന് വിചാരിച്ചാലും, നീ ശുശ്രൂഷ വേണ്ടെന്ന് വെച്ചാലും, ഒരിക്കലും ദൈവം നിന്നെ വിടുന്നവനല്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ബൈബിൾ വെച്ചതുപോലെയൊന്നും ഒരുമാതിരിപ്പെട്ട ശുശ്രൂഷന്മാർ ഇതുവരെ വെച്ചിട്ട് കാണത്തില്ല. പ്രൈസ്. അതുപോലെ ശുശ്രൂഷ വേണ്ടെന്ന് വെച്ചിട്ട് പലപ്പോഴും ബൈബിൾ വയ്ക്കുക, ശുശ്രൂഷ മതി, ഞാൻ പോകുന്നത് പരിപാടി മതിയാക്കിയെന്ന് പറഞ്ഞ് ഞാൻ എത്രയോ പ്രാവശ്യം പോവാൻ നോക്കിയിട്ടും എന്റെ പുറകെ ഞാൻ എന്നൊക്കെ അത് പറയുമോ അതിന്റെ പിറ്റേന്ന് ദൈവം അത്ഭുതം ചെയ്തിരിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അപ്പോൾ ദൈവം നിന്നെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ കർത്താവാണ് നിന്നെ തിരഞ്ഞെടുത്തതെന്നുള്ള ഒരു അനുഭവമാണിത്. പ്രൈസ് ലോർഡ്. അപ്പൊ മനുഷ്യന്റെ നല്ല ശുശ്രൂഷ, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവനെ ഒരിക്കലും ദൈവം കൈവിടത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി. റിമാനവ ശാന്തരവ റഗദു റൂഖു റിമാനവ. കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തെങ്കിൽ ദൈവം നിന്നെ കൈവിടത്തില്ല.
ദൈവം നിന്നെ അഭിഷിക്തനായി തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നെ തെരഞ്ഞെടുത്തതെങ്കിൽ, ആ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, കർത്താവ് നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്ന സഹോദരങ്ങളെ, ദൈവം നമ്മളെ, മനുഷ്യനല്ല നമ്മളെ തെരഞ്ഞെടുത്തത്, കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഒരിക്കൽ ബൈബിൾ കോളേജ് പഠിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത്, പിന്നെ ഒരു വർഷം ഞാൻ പഠിച്ചുള്ളൂ. ഒരു വർഷം ഗ്രേസ് ബൈബിൾ ഡൽഹിയിൽ പോവുക. അവിടെ ചെന്ന് കയറിയപ്പോൾ ക്യൂര് നിൽക്കുക. ക്യൂര് നിന്നപ്പോൾ ഭയങ്കര റൗഡികളാണ് അവിടെ മുഴുവനും. ഇവിടുന്ന് കേരളത്തിൽ നിന്നൊക്കെ റൗഡി പീസും, നോർത്ത് ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റിൽ നിന്നൊക്കെ റൗഡികളും ക്രിമിനൽസുമായിട്ടുള്ളവർക്ക് വന്ന് കയറി താമസിക്കാനുള്ള ഇടമാണ് ബൈബിൾ കോളേജ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞാൻ അവിടെ ചെന്ന്, ഞാൻ രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ഒരു വർഷം ആയേ ഉള്ളൂ. അപ്പൊ ഭയങ്കര തീഷ്ണതയിൽ നിൽക്കുക. അപ്പോഴാണ് ഒരു ദൈവത്തിന്റെ ദാസൻ ദൂത് പറഞ്ഞു, ഗ്രേസ് ബൈബിൾ കോളേജ് കാണുന്നു. ഉടനെ ഞാൻ ദൈവാത്മാവിനോട് പറഞ്ഞു, നീ പോകരുത്, നീ പോയാൽ അവിടെ നിൽക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിലും പോൾ ഗോപാലകൃഷ്ണൻ എന്ന ദൈവദാസൻ പഠിച്ച ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര താല്പര്യം, എനിക്ക് അവിടെ ഒന്ന് പോയി പഠിക്കണം. ഹല്ലേലൂയ. അവിടുത്തെ ചരിത്രങ്ങൾ മുഴുവനും അടിയുടെയും വെട്ടിന്റെയും ഇവിടെ വാളൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിരിക്കുന്നു. ഞാൻ ഇത് ബൈബിൾ കോളേജ് ആണോ അതോ സെൻട്രൽ പൂജപ്പുര ജയിലാണോ? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതുപോലെ ഒരു അനുഭവമായിരുന്നു അവിടെ. ഹല്ലേലൂയ. അന്ന് ഞാൻ വിചാരിച്ചു ഈ പരിപാടി വേണ്ട. ഹല്ലേലൂയ. ഒരു 2-3 മാസമൊക്കെ ഞാൻ നല്ല ആത്മീയതയിൽ നിൽക്കാൻ ശ്രമിച്ചു. ഭയങ്കര അഭിഷേകവും അവിടെ പ്രാർത്ഥനയും ഭയങ്കര ശിഷ്യന്മാരൊക്കെ വാർത്തെടുത്ത് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ റൗഡികളെ കൊണ്ട് നിവർത്തിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പൊ അവസാനം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഈ പരിപാടി കൊണ്ട് നടന്നിട്ട് കാര്യമില്ല, ഇവന്മാരുടെ നല്ല ഈ പോത്തിനോട് വേദം ഓതിയിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവസാനം ഞാനും ഇന്റർനാഷണൽ റൗഡിയായി അവിടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വിചാരിച്ചു ഇനി ഞാൻ വിളിച്ചു പറഞ്ഞു ഈ പരിപാടിയും കൊണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ലടേ. ഹല്ലേലൂയ. ഷിജുവിനെ വിളിച്ചു പറഞ്ഞു ഇവിടെ മഹാ റൗഡികളാ. ഹല്ലേലൂയ, സ്തോത്രം. ഞാനിവിടെ ഇതിനു മുമ്പ് ഒരു വർഷത്തിന് മുമ്പ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടെ വലിയ അടി ഉണ്ടാക്കി പത്രത്തിൽ പേരും വന്ന് 5 കേസിലെ പ്രതിയായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അവിടെ പോയി രക്ഷിക്കപ്പെട്ട് നല്ല ശുശ്രൂഷയൊക്കെ നല്ല ഫയറായിട്ടൊക്കെ വന്ന് വൻ മിറക്കിൾസ് മിനിഷിയും മരിച്ചവരെ തന്നെ എഴുന്നേൽപ്പിച്ചിട്ടൊക്കെയാണ് ഞാൻ ബോംബെന്ന് പോകുന്നത്. അവിടെ ചെന്നപ്പം നമ്മളെക്കാളും വലിയ റൗഡികൾ അവിടെ കിടന്ന് വിലസിയ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പരിപാടി മതിയാക്കാം, ബൈബിള് ഞാൻ തറയി വെച്ചു. എന്നിട്ട് പറഞ്ഞു പിന്നെ അവിടെ എല്ലാവർക്കും റൗഡി പീസ് പഠിപ്പിച്ചു കൊടുക്കുന്നതിനായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് റൗഡിത്തരം എന്നുള്ളത് പിന്നെ ഗ്രേസ് ബൈബിൾ കോളേജിൽ എല്ലാവരും മനസ്സിലാക്കി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു ഫോട്ടോ ഞാൻ എടുത്ത് ഞാൻ കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഏറിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ എടുത്തു. ഹല്ലേലൂയ. എല്ലാവരും കണ്ടു. പിന്നെ നോർത്ത് ഈസ്റ്റുകാരെല്ലാം കൂടി കേരളത്തിന്റെ കളരിപ്പയറ്റ് എന്ന് പറയുന്ന സംഭവം ഞാൻ അതിനകത്ത് പഠിപ്പിച്ച് കുറെ ശിഷ്യന്മാരെ റെഡിയാക്കി എടുത്തു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നിട്ട് 2500 പേരുടെ മുമ്പിൽ കളരി അവതരിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എല്ലാവരും ഞെട്ടിപ്പോയേ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അന്ന് ഞാൻ വിചാരിച്ചതാ ഈ പരിപാടി മതിയാകണം, ഇവന്മാരെല്ലാം ലോക ഫ്രോഡുകളാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഞാൻ 1 വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ഇരിക്കപ്പെടുകയില്ല. എന്റെ അഭിഷേകം നഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ തേനി എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ദൈവം 3 മാസം അതിനകത്ത് ഇരുത്തി വീണ്ടും നഷ്ടപ്പെട്ട അഭിഷേകവും കൃപാവരങ്ങളും ദൈവം എനിക്ക് തിരിച്ചു തരാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എത്രയോ പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞവൻ, ഹല്ലേലൂയ, എത്രയോ പ്രാവശ്യം ബൈബിൾ വെച്ചവൻ. പക്ഷേ സർവശക്തനായ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ കരുതുവാൻ കർത്താവ് സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. ആത്മീയ ആരാധനയും വിടുതലിന് ശുശ്രൂഷയും KFM ഗ്ലോബൽ വർഷിപ്പ് സെന്റർ കുളവിക്കോണം നെടുമങ്ങാട് എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മുതൽ 10:30 വരെയും 10:30 മുതൽ 1:30 വരെയും വിടുതലിന് ശുശ്രൂഷയും ഉപവാസ പ്രാർത്ഥനയും എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 10 മുതൽ 1:30 വരെ, എല്ലാം 2ാം ശനിയാഴ്ചയും രാവിലെ 10 മുതൽ 1:30 വരെ. കടന്നു വരുവിൻ, അനുഗ്രഹം പ്രാപിക്കുവിൻ. For more details, contact 8547884887.